സിനിമാ കഥകളെ വെല്ലുന്ന ശ്വാസമടക്കി പിടിക്കുന്ന ഒരു യഥാർത്ഥ ഓപ്പറേഷൻ, അതും നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ. അന്ന് കേട്ട വാർത്തകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും സത്യം ഒടുവിൽ വെളിച്ചത്ത് വരുമെന്ന് പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ബൊളാരി വ്യോമത്താവളത്തിൽ സംഭവിച്ച ആ ദുരന്തത്തിന്റെ നേർചിത്രങ്ങൾ ഇപ്പോൾ ലോകം കണ്ടു തുടങ്ങിയിരിക്കുന്നു. 2025 മെയ് 10 ഇന്ത്യൻ വ്യോമസേന ചരിത്രമെഴുതിയ ഒരു ദിനമായിരുന്നു അത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന ആ മിന്നലാക്രമണം പാകിസ്ഥാന്റെ സൈനിക ശക്തിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചു. ബൊളാരിയിലെ ആകാശത്ത് ഒരു ചുവന്ന സിന്ദൂരം പോലെ ഇന്ത്യയുടെ വ്യോമാക്രമണം പാകിസ്ഥാന്റെ നെഞ്ചിൽ പതിച്ചു. അന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് ഇന്ത്യ വ്യക്തമാക്കിയെങ്കിലും പാകിസ്ഥാൻ പരമാവധി അത് മൂടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒടുവിൽ സത്യം പതിയെ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആ ആക്രമണത്തിന്റെ വ്യാപ്തി എത്ര വലുതായിരുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ബൊളാരി വ്യോമത്താവളത്തിലെ ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർത്ത് പൊളിച്ചു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത്. വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭഘട്ടത്തിലാണിതെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന്റെ പിറ്റേ ദിവസം, അതായത് മെയ് 11 എടുത്ത സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ വ്യോമത്താവളത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയെരിഞ്ഞ നിലയിലായിരുന്നു. ഇത് ചെറിയൊരു പുകയല്ല, വലിയൊരു തീപിടുത്തം തന്നെയായിരുന്നു എന്ന് ചിത്രങ്ങൾ ഉറപ്പിച്ച് പറയുന്നു. പിന്നീട് ജൂണിലെടുത്ത ചിത്രങ്ങളിൽ ഈ കത്തിയ ഭാഗത്തിന്റെ പകുതി മറച്ച നിലയിലും കാണപ്പെട്ടു. കേടുപാടുകൾ മറച്ചുവെക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളുടെ കൃത്യമായ തെളിവ്. ഏറ്റവും ഒടുവിൽ ജനുവരി 28 എടുത്ത ചിത്രത്തിലാണ് വ്യോമത്താവളത്തിന്റെ മേൽക്കൂര മുഴുവനായും മാറ്റിയിരിക്കുന്നത് വ്യക്തമായത്. ഒരു കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം അത്ര വേഗത്തിലല്ലല്ലോ സാധാരണ നടക്കാറുള്ളത്. ഇന്ത്യ പാക് വെടിനിർത്തലിന് വെറും 88 മണിക്കൂർ മുൻപായിരുന്നു ഈ മിന്നൽ പിണർ പാകിസ്ഥാന്റെ മണ്ണിൽ പതിച്ചത് എന്നോർക്കണം. കേവലം ഒരു കെട്ടിടം മാത്രമല്ല ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞത്. പാകിസ്ഥാന്റെ നിർണായക ശക്തിയായിരുന്ന സാബ് 2000 എറിയെ എന്ന എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനവും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായതായാണ് സൂചന. ഇതുകൂടാതെ പാകിസ്ഥാൻ വ്യോമസേനയുടെ UAV ഹാങ്ങറുകൾക്കും കനത്ത കേടുപാടുകൾ തന്നെ സംഭവിച്ചിരുന്നു. നേരത്തെ സമാനമായ രീതിയിൽ മുരിദ് വ്യോമത്താവളത്തിലും ഇന്ത്യൻ ആക്രമണത്തിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അവിടെ ചുവന്ന ടാർപോളിൻ കെട്ടി കേടുപാടുകൾ മറയ്ക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചിത്രങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ബൊളാരിയിലും അതേ നാടകം അരങ്ങേറുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ബൊളാരിയിലെ ഈ പുതിയ ചിത്രങ്ങൾ പറയുന്നത് വെറുമൊരു കെട്ടിടത്തിന്റെ കേടുപാടിന്റെ കഥയല്ല, മറിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ നിശബ്ദമായ ശക്തിയുടെയും കൃത്യമായ തിരിച്ചടിയുടെയും കഥയാണ്. മൂടിവെച്ച സത്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. തങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു പരത്തിയത്. അവർ അവിടെ പിടിച്ചു നിൽക്കാനും ശ്രമിച്ചു. എന്നാൽ ഇതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ടാണ് പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.